നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. സന്തോഷകരവും സമാധാനവുപരമായ സക്സസ് ആയ ഒരു ജീവിതത്തിലേക്ക് നടന്നെടുക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോകളിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആരാണ് എന്നതിനപ്പുറത്ത്, എവിടെ നിന്ന് വരുന്നു എന്നതിനപ്പുറത്ത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്താണ് എന്നതിനപ്പുറത്ത്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ത് എന്നതിനപ്പുറത്ത് നമുക്ക് ആവശ്യമുള്ള ഒന്ന് കോൺഫിഡൻസ് ആണ് എന്നും ആത്മവിശ്വാസമുള്ളവർക്ക് എല്ലാ വിഷയങ്ങളെയും തരണം ചെയ്യാൻ കഴിയുമെന്നും തങ്ങൾ ഉദ്ദേശിക്കുന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ കഴിയുമെന്നും കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞു. കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനുള്ള, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നാം ആ വീഡിയോയിൽ വളരെ വിസ്തരിച്ചു പ്രതിപാദിച്ചു. ഇനി നമ്മൾ നോക്കുന്നത് ഈ കോൺഫിഡൻസ് ഉള്ള ആളുകളിൽ നാം സാധാരണ കാണുന്ന സ്വഭാവവും തീരെ കോൺഫിഡൻസ് ഇല്ലാത്തവരിൽ കാണുന്ന കുറച്ച് സ്വഭാവവുമാണ് നാം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കോൺഫിഡൻസ് ഉള്ള ആളുകളിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത്, മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അച്ചീവ്മെന്റ് കണ്ടാൽ ആ അച്ചീവ്മെന്റുകളെ ആഘോഷമാക്കുകയും അവരെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അവരെ അനുമോദിക്കുകയും ഒക്കെ ചെയ്യും. കോൺഫിഡൻസ് തീരെ ഇല്ലാത്ത ആളുകളെ ജഡ്ജ് ചെയ്യുകയും അവരെ അസൂയയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യും. കോൺഫിഡൻസ് ഉള്ള ആളുകൾ മറ്റുള്ളവരുടെ അച്ചീവ്മെന്റുകളെ ആഘോഷമാക്കുമ്പോൾ, അവരെ അനുമോദിക്കുമ്പോൾ, കോൺഫിഡൻസ് തീരെ കുറഞ്ഞ ആളുകൾ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിനെ ജഡ്ജ് ചെയ്യാനും അതിനെ വിമർശിക്കാനും അതിനെ അസൂയയോടുകൂടി സമീപിക്കാനും ശ്രമിക്കും. കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഓപ്പൺ മൈൻഡഡ് ആയിരിക്കും, തുറന്ന മനസ്സോടുകൂടിയായിരിക്കും അവരെല്ലാ ആളുകളെയും സമീപിക്കുന്നത്, എല്ലാ കാര്യങ്ങളെയും സമീപിക്കുന്നത്. എന്നാൽ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ ക്ലോസ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കും. കോൺഫിഡൻസ് ഉള്ള ആളുകൾ മറ്റുള്ളവരോട് വളരെ ഓപ്പണായി പെരുമാറുമ്പോൾ, കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ ക്ലോസ് ആയിക്കൊണ്ട് അവരുടെ മൈൻഡ് വളരെ കുടുസായിരിക്കും. നമ്മൾ പറയാറില്ലേ, കുടുസ് മൈൻഡുള്ള ആളാണ് എന്ന്. അത് ഈ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകളിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. കോൺഫിഡൻ്റ് ഉള്ള ആളുകൾ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. എല്ലാ സമയത്തും ശുഭപ്രതീക്ഷയോടുകൂടി, വളരെ പ്രതീക്ഷയോടുകൂടിയായിരിക്കും അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അവരുടെ മനസ്സ് പറയുക എല്ലാം നന്നായി വരും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവർക്കൊരു പ്രതീക്ഷയുണ്ടാകും. അവരെല്ലാറ്റിലും പോസിറ്റീവായിക്കൊണ്ടായിരിക്കും നോക്കിക്കാണുക. എന്നാൽ കോൺഫിഡൻസ് കുറഞ്ഞ ആളുകൾ, ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ എല്ലാറ്റിലും നെഗറ്റീവ് കാണുകയും എല്ലാറ്റിലും മോശമായിട്ടുള്ള ഒരു വിശ്വാസമായിരിക്കും അവരുടേത്. ഇതൊന്നും നടക്കില്ല, അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, എല്ലാറ്റിലും നെഗറ്റീവ് കണ്ടെത്തി, ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെയായിരിക്കും, അതങ്ങനെയായിരിക്കും അവസാനിക്കുക, ഇതൊന്നും ഒരിക്കലും വിജയിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. ഒരു ബിസിനസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയും, ഇങ്ങനെ എത്രയോ ബിസിനസ്സുകൾ നടന്നതാണ്, എത്ര ആളുകൾ പൊട്ടിപ്പോയതാണ്, വെറുതെ അതിനൊന്നും നിൽക്കണ്ട എന്ന അർത്ഥത്തിൽ ഒന്നിലും ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കാതെ എല്ലാറ്റിലും നെഗറ്റീവായിരിക്കും, ഇത് അങ്ങനെയേ അവസാനിക്കൂ എന്ന രീതിയിൽ കാണുന്ന ആളുകളാണ് ഈ ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ. ആത്മവിശ്വാസമുള്ള ആളുകൾ എല്ലാറ്റിലും ശുഭപ്രതീക്ഷ വെക്കുകയും എല്ലാറ്റിനും മുന്നിട്ടിറങ്ങിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയും, ഇത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എങ്കിൽ ഇതിന്റെ അവസാനം നന്നായിരിക്കും എന്ന രീതിയിൽ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയായിരിക്കും അവർ പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമുള്ള ആളുകൾ റിസ്ക് എടുക്കാൻ വില്ലിങ് ആയിരിക്കും. അവർ റിസ്ക് എടുക്കാൻ കാരണം അവർക്ക് ആത്മവിശ്വാസമുണ്ട്, ശുഭാപ്തി വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ഒരു പ്രചോദനം അവരുടെ ഉള്ളിൽ നിന്ന് വരികയും അവർ പുതിയ കാര്യങ്ങൾ തുടങ്ങുകയും മറ്റുള്ളവർക്ക് പുതിയ കാര്യങ്ങളിലേക്ക്, ചേഞ്ചുകളിലേക്ക്, മാറ്റങ്ങളിലേക്ക് കാലെടുത്തു വെക്കാൻ അവർ പ്രേരിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ആത്മവിശ്വാസം തീരെ ഇല്ലാത്ത ആളുകൾ ഈ മാറ്റങ്ങളെ അവർക്ക് ഭയമായിരിക്കും. നിലവിലുള്ള അവസ്ഥയിൽ തന്നെ ആ കംഫർട്ട് സോണിൽ അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. അതെന്ത് കഷ്ടപ്പാടുകളുണ്ട് എങ്കിലും അതൊക്കെ സഹിച്ചുകൊണ്ട്, എന്ത് പ്രശ്നങ്ങളുണ്ട് എങ്കിലും അതൊക്കെ അങ്ങനെ സഹിച്ചുകൊണ്ട്, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് മാറ്റം എന്നത്, നിലവിലെ ഈ അവസ്ഥയിൽ നിന്ന് മാറുക എന്നത് അവരെ ഭയപ്പെടുത്തുന്ന ഒന്നായിരിക്കും. ആത്മവിശ്വാസമുള്ള ആളുകൾ പുതിയ റിസ്കുകൾ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ, ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ പുതിയതായി എന്തെങ്കിലും മാറ്റം വരികയാണ് എങ്കിൽ പോലും, പുതിയ ചെറിയ മാറ്റങ്ങൾക്ക് പോലും തുനിയാതെ ഏതു മാറ്റവും അവർ ഭയത്തോടു കൂടിയാണ് സമീപിക്കുക. കോൺഫിഡൻസ് ഉള്ള ആളുകൾ ഡിസിസീവ് ആയിരിക്കും. ഏതു കാര്യത്തിലും എഫക്റ്റീവായി എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയും. ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയായിരിക്കും അവർ പെരുമാറുക. എന്നാൽ ഈ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ, ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ
അവർക്കൊരിക്കലും ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനോ എഫക്റ്റീവായ രീതിയിൽ കാര്യങ്ങളെ വിലയിരുത്താനോ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിയില്ല. ആത്മവിശ്വാസമുള്ള ആളുകൾ പെട്ടെന്ന് ചിന്തിക്കുകയും എഫക്റ്റീവായ തീരുമാനമെടുത്ത് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ, ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ഒരു തീരുമാനത്തിലും എത്താൻ കഴിയാതെ മനസ്സങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് അങ്ങനെ ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് പോകും, ഒരു റിസൾട്ടും വരാത്ത അവസ്ഥയിലേക്ക് പോകും. അവരെപ്പോഴും ഒരു ലേണിംഗ് ആൻഡ് ഗ്രോയിങ് മൈൻഡ് സെറ്റ് ആയിരിക്കും. എന്നാൽ ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ, കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകൾ, എല്ലാ കാര്യവും എനിക്കറിയാം, ഞാൻ ഇതിലൊക്കെ പരിപൂർണനാണ് എന്ന അർത്ഥത്തിൽ പുതുതായി ഒന്നും പഠിക്കാതെ അവിടെ തന്നെ നിലനിൽക്കും. ഒരു അപ്ഡേഷനും അവരുടെ ജീവിതത്തിൽ വരാതെ എല്ലാം എനിക്കറിയാം എന്ന മൈൻഡ് സെറ്റിൽ തന്നെ തുടരുകയും അവർക്ക് എവിടെയും എത്താൻ കഴിയാതെ വരികയും ചെയ്യും. ചില ആളുകളെ കണ്ടിട്ടില്ലേ, എല്ലാം അറിയാമെന്ന് നടിക്കുന്ന ആളുകൾ, എന്നാൽ അവർക്കൊന്നും അറിയുകയുമില്ല. അവർക്ക് ഈ സമൂഹത്തിനോ സമുദായത്തിനോ അവർക്ക് പോലും ഒന്നും ചെയ്യാനും കഴിയില്ല, ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല, അവർക്കൊരു പങ്കും നിർവഹിക്കാൻ കഴിയില്ല. ആത്മവിശ്വാസമുള്ള ആളുകൾ തങ്ങളുടെ മിസ്റ്റേക്കുകളെ അഡ്മിറ്റ് ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്യും. എന്നാൽ ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ അതിന് എക്സ്ക്യൂസ് കണ്ടെത്തും. അതുകൊണ്ടാണ് അത് സംഭവിച്ചത്, ഇതുകൊണ്ടാണ് സംഭവിച്ചത്, അവൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചെയ്തത്, അല്ല എങ്കിൽ അവനാണ് എന്നോടത് ചെയ്യാൻ പറഞ്ഞത് എന്ന രീതിയിൽ ഒരുപാട് എക്സ്ക്യൂസുകൾ കണ്ടെത്തും. എന്നാൽ ആത്മവിശ്വാസമുള്ള ആളുകൾ മിസ്റ്റേക്കുകൾ അഡ്മിറ്റ് ചെയ്യുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും അതിനെ തിരുത്തുകയും ചെയ്യും. എന്നാൽ എക്സ്ക്യൂസ് കണ്ടെത്തുന്ന ആത്മവിശ്വാസം കുറഞ്ഞ ആളുകൾ ഒരിക്കലും അത് തിരുത്തുന്നില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അതുമൂലം ഒരു മാറ്റവും വരുന്നില്ല. ആത്മവിശ്വാസമുള്ള ആളുകൾ എല്ലാത്തിൻ്റെയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കും. അക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. അവരതിനെ അക്സെപ്റ്റ് ചെയ്യാൻ, അതെൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ പാകപ്പിഴവ് കൊണ്ടാണ് അത് സംഭവിച്ചത്, ഞാനാണ് അതിൻ്റെ ഉത്തരവാദി, ഞാനൊരു ടീം ലീഡറാണ് എങ്കിൽ, കോൺഫിഡൻസ് ഉള്ള ആത്മവിശ്വാസമുള്ള ഒരു ലീഡറാണ് എങ്കിൽ, തൻ്റെ കീഴിലുള്ള ആളുകൾക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ പോലും അല്ല എങ്കിൽ ആ ഉത്തരവാദിത്തത്തിന്റെ കുറവ് പോലും അത് എൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്, എൻ്റെ അശ്രദ്ധ കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന രീതിയിൽ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ശ്രമിക്കും. എന്നാൽ ആത്മവിശ്വാസമില്ലാത്ത ആളുകൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ കുറ്റവും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഏതെങ്കിലും ആത്മവിശ്വാസമില്ലാത്തവരുടെ സ്വഭാവമാണ് നമ്മുടെ ഭാഗത്തുള്ളത് എങ്കിൽ അതിനെ നമ്മൾ തിരുത്തി കോൺഫിഡൻസ് ഉള്ള ആത്മവിശ്വാസമുള്ള ആളുകളുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് നമുക്ക് ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ട് എങ്കിൽ അതിനെ നികത്താൻ നമുക്ക് കഴിയും. ഈ ആത്മവിശ്വാസമുള്ളവരുടെ സ്വഭാവത്തെ നമ്മളിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതിലോടുകൂടി, നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമാക്കുന്നതോടുകൂടി, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിലും ഒരു ആത്മവിശ്വാസമുള്ള ആളായി, ഒരു കോൺഫിഡൻസ് ഉള്ള ആളായി, നല്ല കോൺഫിഡൻ്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ആത്മവിശ്വാസമുള്ള ആളായി മാറുന്നതോടുകൂടി നാം നമ്മുടെ സമയവും നമ്മുടെ ഊർജവും അനാവശ്യമായി മറ്റു കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വെറുതെ വേസ്റ്റാക്കി കളയാതെ നമ്മുടെ ഊർജവും സമയവും ഒക്കെ നമ്മുടെ ജീവിതത്തിനും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ജീവിതത്തിനും ഗുണകരമായ രീതിയിൽ നമ്മുടെ വിജയത്തിന് വേണ്ടി അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വിനിയോഗിക്കാൻ നമുക്ക് കഴിയും. അതിലൂടെ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് അവരുടെ ബെറ്റർ പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയും. ഈ ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ഒരു നല്ല റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല എങ്കിൽ അവിടെ നോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇറങ്ങിപ്പോകാനും ഈ കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് കഴിയും. അതോടൊപ്പം കോൺഫിഡൻസ് നമുക്കുണ്ട് എങ്കിൽ, ആത്മവിശ്വാസമുണ്ട് എങ്കിൽ നമ്മുടെ കംഫർട്ട് സോണിൽ തന്നെ കിടന്നുറങ്ങാതെ, നമ്മുടെ ആ കംഫർട്ട് സോണിൽ തന്നെ ജീവിച്ച് അങ്ങനെ മുന്നോട്ട് പോകാതെ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ കഴിയും. പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് ഒരു തരത്തിലുള്ള ഭയവും നമ്മളെ കീഴടക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും അതിൽ നമുക്ക് വിജയിക്കാൻ കഴിയുകയും ചെയ്യും. കോൺഫിഡൻസ് ഉള്ള ആളുകൾക്ക് ഒരിക്കലും മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് അവർ നോക്കാറില്ല. അതോടൊപ്പം അവർ മറ്റുള്ളവരുമായി തൻ്റെ ജീവിതത്തെ കമ്പയർ ചെയ്യാറുമില്ല. അവർ കമ്പയർ ചെയ്യുന്നത് സ്വയം ജീവിതത്തെ ആയിരിക്കും. ഇന്നലെ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു, ഇന്ന് എത്രത്തോളം ബെറ്ററായി,
അത് ഇനി കൂടുതൽ ബെറ്ററാക്കാൻ ഞാൻ എന്തു ചെയ്യണം എന്ന രീതിയിൽ സ്വന്തത്തിനോട് കമ്പയർ ചെയ്യുകയും മറ്റുള്ളവരോട് കമ്പയർ ചെയ്യാൻ പോകാതിരിക്കുകയും ചെയ്യും. അതോടൊപ്പം ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് റെസിലിയൻസ് കൂടുതലായിരിക്കും. ഏത് സാഹചര്യത്തോടും എഫക്റ്റീവായ രീതിയിൽ പ്രതികരിക്കാനും ഏത് പ്രശ്നത്തിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കി അത് തരണം ചെയ്യാനും കഴിയും. ആത്മവിശ്വാസമുള്ള ആളുകൾക്ക് ഇങ്ങനെ എത്ര വലിയ പ്രശ്നം മുന്നിൽ നിന്നാലും അതിനെ കോൺഫിഡന്റോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി അതിനെ തരണം ചെയ്ത് തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. ആത്മവിശ്വാസം ഉള്ള ആളുകളുടെ സ്വഭാവമായി നാം പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക. അത് നമ്മുടെ സ്വഭാവമായി മാറുന്നതോടുകൂടി നാം ആത്മവിശ്വാസമുള്ള ആളായി മാറുകയും നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി വന്നാലും തരണം ചെയ്യാൻ കഴിയുന്ന, പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ കഴിയുന്ന, കംഫർട്ട് സോണിൽ തന്നെ ഒതുങ്ങിക്കൂടാതെ പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന, ഹെൽത്തി റിലേഷൻഷിപ്പുകൾ സൂക്ഷിക്കാൻ കഴിയുന്ന, ഏതു കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി നാം മാറും. അതിലൂടെ നമുക്ക് ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സക്സസും വിജയവും ഒക്കെ കരഗതമാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയും. ജീവിതത്തിൽ സമാധാനം കണ്ടെത്താനുള്ള, ജീവിതത്തിൽ ശാന്തി കണ്ടെത്താനുള്ള, ജീവിതത്തിൽ വിജയം കണ്ടെത്താനുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.